പ്രീസ് ലോർഡ്. എൻ്റെ പേര് എമി. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 13 നവംബർ 2021 ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനും എനിക്കും അപ്പോൾ ഓൺലൈൻ ജോലിയായിരുന്നു, വർക്ക് ഫ്രം ഹോം. അപ്പോൾ വേറൊരു പുതിയ ജോലിയിലോട്ട് മാറണം, കുറച്ചും കൂടെ കരിയർ ഗ്രോത്ത് വേണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് നിയോഗവും അതായിരുന്നു. അപ്പോൾ ഞാൻ ആലപ്പുഴയിലായിരുന്നെങ്കിൽ പോലും എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ കേട്ടിട്ടുണ്ട്, പക്ഷെ വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇവിടുത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നോ അത്ഭുതങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി, നിങ്ങൾ ആലപ്പുഴയല്ലേ, കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോയി. വീട്ടിൽ നിന്ന് അച്ചാച്ചൻ വീണ്ടും എന്നെ പറഞ്ഞു വിട്ട് ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് നിന്ന് ഉടമ്പടി എടുത്തു. ഒരു ദിവസം ഉടമ്പടി എടുത്ത് ഒരു 1.5 മാസമായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് പുറത്തോട്ട് പോകാൻ നോക്കാം. എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചെങ്കിൽ പുറത്തൊട്ടും പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഇത്രയും വർഷം കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ പോലും വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് നാട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത്, നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാം, അതായിരിക്കും നമ്മളുടെ കരിയറിന് നല്ല ഗ്രോത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ ജാനുവരി തന്നെ അടുത്ത പ്രോസസ്സിങ് തുടങ്ങി. സ്റ്റുഡൻറ്റ് വിസയിൽ പോകാമെന്നാണ് ഞാൻ ഓർത്തെ. അപ്പോൾ ഒരുമിച്ച് പോകാമല്ലോ എന്നൊരാഗ്രഹത്തോടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ് തുടങ്ങി. IELTS എഴുതി. എൻ്റെ വീട് മംഗലാപുരത്താണ്. ഞാൻ ആ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഈസി, എനിക്ക് ഇഷ്ടമാണ് ഇംഗ്ലീഷ്. അപ്പോൾ IELTS ബുദ്ധിമുട്ടാണെന്ന് ആയിരിക്കില്ല, എനിക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തു. പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നല്ല മാർക്കും ഉണ്ട്. പക്ഷേ ആക്ച്വൽ എക്സാം വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. IELTS സ്പീക്കിംഗ് ആയാലും റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൃപാസനത്തിലെ കാശിരൂപം കൊണ്ടാണ് പോയത്. അത് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അവസാനമൊക്കെ കറക്കി കുത്തുപോയത്. എനിക്ക് വായിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നല്ല ടെൻഷൻ, ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഡൗട്ടായി ഇരുന്ന സമയത്തായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി കണ്ടിന്യൂസ് ആയി മുന്നോട്ട് കൊണ്ടുപോയി. സർപ്രൈസിംഗ്ലി ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ അഡ്മിഷൻ ആയാലും ഓഫർ ലെറ്റർ, പിന്നെ ഫൈനാൻഷ്യൽ ഫീസൊക്കെ അടയ്ക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം സ്മൂത്തായിട്ട് തന്നെ മാതാവ് പെട്ടെന്ന് നടത്തി തന്നു. രൂപയില്ല, ഞാൻ ഒരിടത്തും പോകാറില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഇവിടെ പുറത്ത് പോവുകയാണെങ്കിലും കാശ് എൻ്റെ കൂടെ എപ്പോഴും കാണും. കാരണം അതിന് നല്ലൊരു പവറുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഇറ്റ്സ് വെരി പവർഫുൾ എന്നെനിക്കറിയാം. കാരണം ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് കാശുരൂപം. ഉടമ്പടി തൈലമാണേലും ഹസ്ബൻഡിന് ചെറുപ്പം മുതലേ ഡാൻഡ്രഫ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ രാത്രി ഉടമ്പടി തൈലം തലയിലും നെറ്റിയിലും തേക്കാറുണ്ട്. അതോടെ ഇപ്പം നല്ലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കുറേ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്ത് ക്യൂർ ആകാത്ത ഡാൻഡ്രഫ് ഇപ്പം നല്ല രീതിയിൽ കംപ്ലീറ്റ് ക്യൂർ ആകുന്നു എന്ന് വേണം പറയാൻ. 99% ക്യൂറായി. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷമം വന്നാൽ ഇപ്പോൾ മനസ്സിൽ വരുന്നത് പേടിക്കണം, കൃപാസനം ഉണ്ടല്ലോ, വന്ന് പ്രാർത്ഥിച്ച് സാധിച്ചു കിട്ടും എന്നൊരു ധൈര്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് കാനഡയ്ക്ക്. ഹസ്ബൻഡ് കാണുമെന്നായിരുന്നു കമ്പൈൻഡ് വെച്ച് ഒരുമിച്ച് പോകാനാണ്. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. എനിക്ക് കുഴപ്പമില്ല, ധൈര്യമുണ്ട് പോകാൻ, പ്രശ്നമില്ല. തന്നെ വീടും ജോലിയൊക്കെ കണ്ടുപിടിക്കാനുള്ള ധൈര്യമുണ്ട്. അതൊക്കെ മാതാവാണ് തരുന്നത്. സോ യെസ്, ഇതാണ് എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്. താങ്ക് യു ജീസസ്, താങ്ക് യു മാരി.